ഇവാലുവേഷൻ ഓഫ് ആൻറ്റി മൈക്രോബിയൽ ഏജൻസ്. അപ്പോൾ നമ്മൾ കെമിക്കൽ ഏജൻസ് ഒക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഈ കെമിക്കൽ ഏജൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് ഇവാലുവേഷൻ ഓഫ് ആൻറ്റി മൈക്രോബിയൽ ഏജൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന 3 ടെസ്റ്റാണ്: ഫിനോൾ കോഫിഷ്യൻ ടെസ്റ്റ്, അയഗാർ ഡിഫ്യൂഷൻ ടെസ്റ്റ്, ട്യൂബ് ഡൈല്യൂഷൻ ടെസ്റ്റ്. ഫിനോൾ കോഫിഷ്യൻ ടെസ്റ്റിനെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: റിഡൽ വാക്കർ ടെസ്റ്റ്, ചിക്ക് മാർട്ടിൻ ടെസ്റ്റ്, ഇങ്ങനെ 3 അങ്ങനെ മൊത്തത്തിലാണ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് ഒന്നാണ് ഫിനോൾ കോഫിഷ്യൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫിനോൾ കോഫിഷ്യൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഫിനോൾ എഫക്റ്റീവ് പണ്ട് കാലങ്ങൾ മുതലേ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ജോസഫ് ലിസ്റ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഫിനോളിൻ്റെ ആക്ടിവിറ്റി മറ്റൊരു കെമിക്കലിൻ്റെ ആക്ടിവിറ്റിയും കൂടി കമ്പയർ ചെയ്തിട്ട് എത്രത്തോളം ആക്ടിവിറ്റി ആ മറ്റേ കെമിക്കലിനുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഫിനോൾ കോഫിഷ്യൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അതായത് ഒരു 100 ഓർഗാനിസം ഉണ്ടെന്ന് കരുതുക. ഇത് സപ്പോസ് പറയുകയാണ്, 100 ഓർഗാനിസം ഉണ്ട്. ഫിനോൾ ഉപയോഗിച്ചപ്പോൾ അതിൽ 95 എണ്ണം ചത്തുപോയി. കെമിക്കൽ ഉപയോഗിച്ചപ്പോൾ അതിൽ 90 എണ്ണേ ചത്തുള്ളൂ. അപ്പോൾ കൂടുതൽ എഫക്റ്റീവാണ് ഫിനോൾ, അതാണ്. മറ്റൊരു കെമിക്കൽ ഉപയോഗിച്ചാൽ 99 എണ്ണം ചത്തു. അപ്പോൾ ഏതാണ് കൂടുതൽ നല്ലത്? മറ്റ് കെമിക്കലാണ്. ഈ ഒരു ഇത് തന്നെ രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫിനോൾ കോഫിഷ്യൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് ഫിനോൾ കോഫിഷ്യൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡൈല്യൂഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻറ്റ് കില്ലിംഗ് ഓർഗാനിസം. അതായത് ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് ആയ ഡൈല്യൂഷൻ. അതുപോലെ തന്നെ ഫിനോളിൻ്റെ അടുത്ത 2 ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് ഡൈല്യൂഷൻ ഓഫ് ഫിനോൾ കില്ലിംഗ് ഓർഗാനിസം. ഫിനോളിൻ്റെ ഡൈല്യൂഷനും ആദ്യത്തത് കെമിക്കൽ ഡൈല്യൂഷൻ ഡിവൈഡഡ് ബൈ ഫിനോളിൻ്റെ ഡൈല്യൂഷൻ. ഇതിന് എന്ന് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഫിനോൾ കോഫിഷ്യൻ്റ് കിട്ടും. ഇതിന് 2 ടൈപ്പ്. അപ്പോൾ ഏതൊരു ഇപ്പോൾ ഫിനോൾ കോഫിഷ്യൻ്റ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഫിനോളിനേക്കാൾ എഫക്റ്റീവാണ്. അതേസമയം ഈക്വൽ ടു 1 ആണെങ്കിൽ അത് രണ്ടും ഒരേ എഫക്റ്റീവാണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ ഫിനോളിൻ്റെ അത്ര എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ 2 തരത്തിലാണ് ചെയ്യുന്നത്: റീഡൽ വാക്കർ മെത്തേഡും ചിക്ക് മാർട്ടിൻ ടെസ്റ്റും. റീഡൽ വാക്കർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഓർഗാനിസം എടുക്കുന്നു. സാൽമണല്ല ടൈഫിയാണ് കൂടുതലായിട്ടും എടുക്കാറ്. എന്തിന്? സാൽമണല്ല ടൈഫിൻ്റെ കൾച്ചർ എടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പല കോൺസെൻട്രേഷനുള്ള എന്തെടുക്കുന്നു? ഫിനോളും എടുക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു കെമിക്കൽ ഉണ്ടല്ലോ, ടെസ്റ്റ് ഡിസിൻഫെക്റ്റൻ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ. അപ്പോൾ പല ഡൈല്യൂഷനുള്ള ഫിനോള്, പല ഡൈല്യൂഷനുള്ള ഒരു ടെസ്റ്റ് ഡിസിൻഫെക്റ്റൻ്റ് എടുക്കുന്നു. അങ്ങനെ ഇതിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ സാൽമണല്ല ടൈഫിനെ എന്ത് ചെയ്യുന്നു? ഇനോക്കുലേറ്റ് ചെയ്യുന്നു. 0.5 ml ആണ് ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. 5 ml ഡിസിൻഫെക്റ്റൻ്റ് എടുക്കുന്നു, 0.5 ml സാൽമണല്ല എടുക്കുന്നു. ഇതിനെ എന്നിട്ട് വാട്ടർ ബാത്തിൽ വെച്ചിട്ട് ഇൻക്യുബേറ്റ് ചെയ്യിക്കുന്നു. ഇൻക്യുബേറ്റ് ചെയ്തിട്ട് ഒരു 2.5 മിനിറ്റ് ആകുമ്പോൾ എടുക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ സബ് കൾച്ചർ ചെയ്യുന്നു. 5 മിനിറ്റ് ആകുമ്പോൾ എടുത്ത് സബ് കൾച്ചർ ചെയ്യുന്നു. 7.5 മിനിറ്റ് ആകുമ്പോൾ സബ് കൾച്ചർ ചെയ്യുന്നു. 10 മിനിറ്റ് ആകുമ്പോൾ സബ് കൾച്ചർ ചെയ്യുന്നു. ഇങ്ങനെ ഫിനോളിൻ്റെതും ഉണ്ടാവും നമുക്ക് സബ് കൾച്ചർ ചെയ്ത്, ടെസ്റ്റ് ഡിസിൻഫെക്റ്റൻ്റെതും ഉണ്ടാവും സബ് കൾച്ചർ. അങ്ങനെ 2 സബ് കൾച്ചറുകൾ ഓരോ ഇത്ര സമയത്തും നമ്മൾ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇതിനെയൊക്കെ ഈ സബ് കൾച്ചർ ചെയ്തതിനെല്ലാ സാധനത്തിനും 37 ഡിഗ്രി സെൽഷ്യസിൽ 48 മുതൽ 72 മണിക്കൂർ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് അതിനെ ഗ്രോത്തോ അല്ലെങ്കിൽ നോ ഗ്രോത്ത്, അതായത് ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അങ്ങനെ നോക്കിയതിന് ശേഷം ഫിനോളിന് ഗ്രോത്ത് ഉണ്ട്, മറ്റതിന് ഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ ഫിനോളിന് ഗ്രോത്ത് ഇല്ല, മറ്റതിന് ഗ്രോത്ത് ഉണ്ട്, അങ്ങനെ ഒരു സ്റ്റഡീസ് നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ ഫിനോൾ കോഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്നു. ഫിനോൾ കോഫിഷ്യൻ്റ് കണ്ടുപിടിച്ചിട്ട് നേരത്തെ പോലെ തന്നെ ഈക്വൽ ടു 1 വന്നാൽ രണ്ടിനും ഒരേ ആക്ടിവിറ്റിയാണ്. മോർ ദാൻ 1 വന്നാൽ ഫിനോളിനേക്കാൾ ആക്റ്റീവാണ്. ലെസ് ദാൻ 1 വന്നാൽ ഫിനോളിൻ്റെ അത്ര ആക്റ്റീവ് അല്ലാത്ത കെമിക്കൽ ഏജൻറ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒന്നാണ് ചിക്ക് മാർട്ടിൻ ടെസ്റ്റ്. ചിക്ക് മാർട്ടിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് റീഡൽ വാക്കർ ടെസ്റ്റിൻ്റെ കുറച്ചും കൂടി എൻഹാൻസ്ഡ് ഫോമാണ്. അതായത് റീഡൽ വാക്കർ ടെസ്റ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒരു ഓർഗാനിസത്തിന് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യാണ് അല്ലേ. പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ഫുഡ് സാമ്പിളാണെന്ന് കരുതും. ഈ ഫുഡ് സാമ്പിളിൽ ഓർഗാനിസം മാത്രമാണോ ഉണ്ടാവുക? അല്ലേ, ഫുഡ് ഉണ്ടാവും അല്ലേ, ഒരു ഓർഗാനിക് മാറ്റർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഓർഗാനിക് മാറ്റർ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ വളർച്ചയും ഇതില്ലാതിരിക്കുന്ന സമയത്തുള്ള ഓർഗാനിസത്തിൻ്റെ വളർച്ചയിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഗാനിക് മാറ്റേഴ്സിനെയും കൂടി ആഡ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത അതേ ടെസ്റ്റ് തന്നെ, പക്ഷെ അതിലേക്ക് ഓർഗാനിക് മാറ്ററിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഏതാ ഈസ്റ്റ് സസ്പെൻഷനൊക്കെയാണ് ഓർഗാനിക് മാറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ ഫീസസ് ഒക്കെ 4% ഡ്രൈഡ് ഹ്യൂമൻ ഫീസസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓർഗാനിക് മാറ്ററായിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനെ 30 മിനിറ്റോളം അതിലേക്ക് വളർത്തി ഈ നേരത്തെ പറഞ്ഞ അതേ ടെസ്റ്റുകൾ തന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ ഓർഗാനിസത്തിന് സാൽമണല്ല ടൈഫി ഉണ്ട്, സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫിനോളിൻ്റെ ടെസ്റ്റ് ട്യൂബുകൾ ഉണ്ടാക്കുന്നു, ടെസ്റ്റ് ഡിസിൻഫെക്റ്റൻ്റ് ടെസ്റ്റുകൾ ഉണ്ടാക്കുന്നു. ഇതിലേക്ക് ഓർഗാനിസവും അതുപോലെ തന്നെ ഓർഗാനിക് മാറ്ററും തമ്മിലുള്ള മിക്സ്ചർ ആഡ് ചെയ്യുന്നു.
അതിനെ ഇത്ര ടൈം വെച്ച് സബ് കൾച്ചർ ചെയ്യുന്നു, സബ് കൾച്ചർ ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്യുന്നു, ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം ഫിനോൾ കോഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ബാക്കിയൊക്കെ റീഡൽ വാക്കർ മെത്തേഡ് പോലെ തന്നെ. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, ഓർഗാനിക് മാറ്റർ എന്ത് ചെയ്യും, ഇതിൽ ജിഗ് മാർട്ടിൻ ടെസ്റ്റിൽ ആഡ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഫിനോൾ കോഫിഷ്യൻ്റ് കഴിഞ്ഞു, അതിൻ്റെ 2 ടൈപ്സും കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിൻ്റെ കമ്പാരിസൺ പറയുന്നതാണ്. നെക്സ്റ്റ് ഒന്നാണ് ആൻറ്റി ഇൻഫെക്റ്റീവ് ഏജൻസ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ആണ്. ഇതിൽ വരുന്നതാണ് നമ്മളെന്ത് ഈ അഗാർ പ്ലേറ്റ് മെത്തേഡ്, അതുപോലെ തന്നെ ട്യൂബ് ഡൈല്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് അഗാർ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫെക്റ്റീവ് ഏജൻസ് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അഗാർ പ്ലേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. ഈ അഗാർ പ്ലേറ്റ് മെത്തേഡിലെ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ അഗാർ പ്ലേറ്റ് എടുക്കുന്നു. അഗാർ പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്ന് കോളനി എടുത്തിട്ട് ഈ കോളനീനെ നോർമൽ സലൈൻ ലെക്കിലെ ബ്രോത്തിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ടെർബിഡിറ്റി ഒരു 0.5 മക്ഫർലർ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിയതിന് ശേഷം CFU-ML ഒക്കെ ഉണ്ട്, അത് മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ അഗാർ പ്ലേറ്റിനെ അതിലേക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡിസ്ക് ആഡ് ചെയ്യും. ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു അഗാർ പ്ലേറ്റ് എടുക്കുന്നു, അതിൽ നിന്ന് ഓർഗാനിസത്തിൻ്റെ കോളനി എടുക്കുന്നു. കോളനി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു സലൈനിലേക്കോ ബ്രോത്തിലേക്കോ ആഡ് ചെയ്തതിന് ശേഷം ഈ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ആൻറ്റിബയോട്ടിക് ഡിസ്ക് ഉണ്ട്, ഈ ചെറിയ എന്താ പറയുക, ഈ വട്ടത്തിലുള്ളൊരു കോട്ടൻ്റെ ഒരു പാഡ് പോലെ ഇങ്ങനെ കാണുന്നു ഉള്ളൊരു സാധനം, ആൻറ്റിബയോട്ടിക് ഡിസ്ക് എന്നാണ് പറയുക അതിന്. ഇത് വെച്ചിട്ട് ഈ അഗാറിലേക്ക് നമ്മൾ വെച്ചിട്ട് ഒരു ഫോസപ്സ് വെച്ചിട്ട് അതിൽ വെക്കുന്നു. അങ്ങനെ ഈ അഗാറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള മൈക്രോ ഓർഗാനിസംസ് ചത്തുപോയാൽ അതിൻ്റെ അർത്ഥം ഈ ആൻറ്റിബയോട്ടിക് ഓർഗാനിസത്തിനെ കൊല്ലുന്നു എന്നുള്ളതാണ്. അതേസമയം അതിൻ്റെ ചുറ്റുമുള്ള ഓർഗാനിസംസ് ചത്തില്ല എന്ന് കരുതുക, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഓർഗാനിസംസ് ചാവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അതായത് ഒരു അഗാർ പ്ലേറ്റ്, ആ പ്ലേറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ആൻറ്റിബയോട്ടിക് ഡിസ്ക് ഇടുന്നു. ആ ഡിസ്ക് എന്ത് ചെയ്യുന്നു, ഡിസ്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുമുള്ള മൈക്രോ ഓർഗാനിസംസ് ഇടുമ്പം തന്നെ ചാവൂലേ, കുറച്ച് ടൈം എടുക്കും. ആ ടൈം കഴിയുമ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ചത്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു ഓർഗാനിസംസ് ഈ ആൻറ്റിബയോട്ടിക് അതിനെ കില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേസമയം അതിൻ്റെ ചുറ്റും മൈക്രോ ഓർഗാനിസംസ് നിറയെ ഉണ്ടെന്നായിരിക്കാം, അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് ഈ ആൻറ്റിബയോട്ടിക്സ് ഒരു ആക്ടിവിറ്റിയുമില്ല, ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒന്നാണ് ട്യൂബ് ഡൈല്യൂഷൻ മെത്തേഡ്. അപ്പോൾ അഗാർ പ്ലേറ്റ് മെത്തേഡ് മനസ്സിലായില്ലേ? അഗാർ പ്ലേറ്റ് മെത്തേഡിലെ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ്. അടുത്ത് ട്യൂബ് ഡൈല്യൂഷൻ മെത്തേഡാണ്. ട്യൂബ് ഡൈല്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ നോക്കാനാണ്. മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും ലോവസ്റ്റ് കോൺസെൻട്രേഷൻ, ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഏറ്റവും ചെറിയ കോൺസെൻട്രേഷൻ എത്ര വേണം ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ. അതായത് ഒരു ഓർഗാനിസം അതിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സ്മോളസ്റ്റ് എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്കാണ് എന്തെന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്യൂബ് ഡൈല്യൂഷൻ മെത്തേഡ് ചെയ്യുന്നത്. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സീരിയൽ ഡൈല്യൂഷൻ ചെയ്യുന്നു, ആൻറ്റിബയോട്ടിക്സിൻ്റെ സീരിയൽ ഡൈല്യൂഷൻ ചെയ്യുന്നു. അങ്ങനെ അത് 2 ml അങ്ങനെ 4, 8 അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുന്നു, സീരിയൽ ഡൈല്യൂഷൻ ചെയ്യുന്നു. സീരിയൽ ഡൈല്യൂഷൻ ചെയ്തിട്ട് ഇതിലേക്ക് 0.1 ml ബ്രോത്ത് ആഡ് ചെയ്യുന്നു. 0.1 ml ബ്രോത്ത് ആഡ് ചെയ്തതിന് ശേഷം അതിൽ ഒരു ട്യൂബ് നമ്മൾ കൺട്രോൾ ആക്കി വെക്കുന്നു. എന്നിട്ട് ഇതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. 37 ഡിഗ്രി സെൽഷ്യസ് 24 മണിക്കൂർ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ടെർബിഡിറ്റി നോക്കുന്നു. ഏറ്റവും ലോവസ്റ്റ് കോൺസെൻട്രേഷൻ കാണിക്കുന്ന വിസിബിൾ ഗ്രോത്ത് കാണിക്കുന്ന ഏതാണോ അതാണ് എന്ത് MIC. ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഷോയിങ് നോ വിസിബിൾ ഗ്രോത്ത് ആണ് MIC. അപ്പോൾ നമ്മളിപ്പോൾ 2, 4, 8, 16 ഇനോക്കുലേഷൻ ചെയ്തല്ലോ, അതിൽ 4 ലോവസ്റ്റ് കോൺസെൻട്രേഷൻ കാണിക്കുന്നെങ്കിൽ ആ 4 അതിൻ്റെ മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ MIC എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?